തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റുകളുമെല്ലാം ഓണത്തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓണം ആഘോഷമാക്കാനുള്ളതെല്ലാം നേരത്തെ ഒരുക്കി വയ്ക്കുകയാണ് എല്ലാവരും. അതേസമയം പലരും ഓൺലൈൻ വിപണികളെ കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ ഓണച്ചന്തകളിൽ പഴയ തിരക്കില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി. ഒപ്പം വിലക്കയറ്റവും പ്രശ്നമാകുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും വിവിധ സ്ഥാപനങ്ങളുമെല്ലാം ഓണാഘോഷ തിരക്കുകളിലാണ്. അതിനായി അണിഞ്ഞൊരുങ്ങുന്നതിനുള്ള തിരക്കാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ. പൂക്കൾക്കായുള്ള പൂവിപണിയും സജീവമാണ്. അതോടൊപ്പം ഓണനാളുകളിലേക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കും വർദ്ധിക്കുകയാണ്. തലേദിവസമായി വരുള്ളൂ, തിങ്കളാഴ്ച തന്നെ വരും. ഇപ്പൊ അത്യാവശ്യത്തിന് കുറച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഓണനാളുകൾ അടുക്കുന്നതോടെ കൂടുതൽ ആളുകൾ മാർക്കറ്റിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ചെറിയ ചെറിയ അനക്കം വന്നു തുടങ്ങി. ഇന്ന് മുതൽ ചെറിയ അനക്കമുണ്ട്. അത്യാവശ്യം വന്നു. എല്ലാ സാധനവും ഇറങ്ങി. മാങ്ങ, നാരങ്ങ, ഇഞ്ചി എല്ലാ സാധനവും ഉണ്ട്, സുലഭമായിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് തിരക്ക്. ചൊവ്വാഴ്ച അധികം തിരക്ക് കാരണം അങ്ങനെ ആളുകൾ എത്തൂല. അതേസമയം ഓൺലൈൻ വിപണികൾ സജീവമാകുന്നതോടെ മാർക്കറ്റിൽ നേരിട്ട് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നുവെന്നാണ് ചിലരുടെ പരാതി. മലക്കറി ആയിരുന്നാലും എന്ത് ഐറ്റം ആയിരുന്നാലും ഇപ്പോൾ ഓൺലൈനിൽ കിടപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ ആരും വാങ്ങിക്കാൻ പറ്റില്ല. അതുമല്ലാതെ മുക്കിലെ മൂലയിലൊക്കെ വീടിൻ്റെ നടയിൽ അവിടെ ഇവിടെയൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വാങ്ങിക്കാൻ വേണ്ടി ആരും ഇറങ്ങൂല. ഇപ്പോൾ ഓണക്കോടിയും പൂക്കളും പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയുമെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതിനാൽ ചാല മാർക്കറ്റാണ് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട കേന്ദ്രം. ഉത്രാടപ്പാച്ചിലിന് ഇനി 2 നാൾ. എന്നാൽ തിരുവനന്തപുരത്ത് ചാല ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ സജീവമായി കഴിഞ്ഞു. ഓണം കളറാക്കാനുള്ള വിഭവങ്ങൾ തേടിയുള്ള ഓട്ടപ്പാച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ മുനീർ ഖാനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.